കൊച്ചി നെടുമ്പാശ്ശേരിയിൽ CISF ഉദ്യോഗസ്ഥർ യുവാവിനെ ക്രൂരമായി കാറിടിപ്പിച്ച് കൊലപ്പെടുത്തി. അത് ആ വാർത്ത നിങ്ങൾക്കറിയാം. ഇതിൽ മൂന്നാമത്തെ ഒരാളുണ്ട്, ഒരു സബ് ഇൻസ്പെക്ടറും ഒരു കോൺസ്റ്റബിളും മാത്രം, വിനയകുമാറും മോഹൻ മാത്രം, ഈ രണ്ടുപേര് മാത്രമാണ് എന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുമ്പോഴാണ് മൂന്നാമത്തെ ഒരാളുടെ പങ്ക് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ശ്യാംകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ശ്യാം, ഇങ്ങനെ ഒരു മൂന്നാമൻ അവിടെ ഉണ്ടായിരുന്നോ? മൂന്നാമത്തെ ഉദ്യോഗസ്ഥന്റെ വീട്ടിലെത്തി മടങ്ങുമ്പോഴാണ് ഈ കൊലപാതകം ഉണ്ടാകുന്നതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇയാളുടെ സാന്നിധ്യം ഈ സ്ഥലത്തുണ്ടായിരുന്നതായി പ്രദേശവാസികൾ പോലീസിന് മൊഴി നൽകുകയും ചെയ്തിരുന്നു. ഇയാളാണ് ഈ പിടിയിലായ നവീൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരോട് ഒന്നും അറിയാത്ത പോലെ അവിടെ നിന്ന് രക്ഷപ്പെടാനും പിറ്റേ ദിവസം ജോലിക്ക് ഹാജരാകാനും നിർദ്ദേശിച്ചത് എന്നുള്ളതും പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ ഇയാൾക്കുള്ള പങ്ക് എന്താണ് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. കാരണം പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചെന്ന രീതിയിലാണ് നിലവിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. വിമാനത്താവളത്തിൽ നിന്ന് ഇയാളുടെ ഫ്ളാറ്റിലേക്ക് ഒരു സ്കൂട്ടർ നൽകാൻ പോവുകയും അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് ഈ വാക്കുതർക്കവും കൊലപാതകവും ഉണ്ടാകുന്നത്. അപ്പോൾ ഇയാളുടെ പങ്ക് ഈ കേസിൽ എന്താണ്, പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചതാണോ എന്നുള്ളത് പോലീസ് പരിശോധിക്കുകയാണ്. അങ്ങനെ പങ്ക് തെളിഞ്ഞാൽ ഇയാളെ കൂടി കേസിൽ പ്രതിയാക്കും എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. താങ്ക് യു.